കളങ്കാവൽ പലരും നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് PR വർക്ക് വല്ലതും 5 പൈസ കിട്ടിയിട്ടൊന്നുമല്ല. പക്ഷെ ഒരു സിനിമ ഹിറ്റാകുമ്പം അതിൻ്റെ നല്ല കാര്യങ്ങൾ പറയാനും അതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ തുടരും ഒരുപാട് വീഡിയോസ് ചെയ്ത ഒരാളാണ്, ലോക ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. കാരണം അത് കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യം. ഇപ്പം കളങ്കാവൽ വെറും 6 കോടി താഴെയുള്ള ചിലവ്. അതിനകത്ത് തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. 6 കോടി, പിന്നെ മമ്മൂട്ടിക്ക് പ്രതിഫലം ഇടേ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന, മമ്മൂട്ടി സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതിനകത്ത് മമ്മൂട്ടിയുടെ പ്രതിഫലം കൂട്ടണ്ട. മോഹൻലാൽ സ്വന്തമായിട്ട് നിർമ്മിച്ചാൽ മോഹൻലാലിന്റെ പ്രതിഫലം കൂട്ടണ്ട, അങ്ങനല്ലേ നമ്മൾ കൂട്ടുന്നത്. ആശീർവാദം എന്ന് പറയുമ്പോൾ പ്രത്യേക എൻഡൈറ്റിയാണ്, അത് വേറെയാണ്. അതിന് മോഹൻലാലിന്റെ റെമ്യൂണറേഷൻ കൂട്ടിയാണ് അവർ. മോഹൻലാൽ പ്രണവ് ആർട്സ് പണ്ട് മോഹൻലാലിന്റെ ഭരതവും കമലതളവും ഹിസൈന സബ്ദുള്ള എല്ലാം അങ്ങനെ മോഹൻലാലിന്റെ റെമ്യൂണറേഷൻ കൂട്ടാതായിരിക്കും അത് കൂട്ടുന്നത്. അപ്പം മമ്മൂട്ടിയുടെ കമ്പനി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ അതിനകത്ത് കൂട്ടാതെ പറയുവാണെങ്കിൽ കളങ്കാവലിനകത്ത് എന്തുവാണ് മമ്മൂട്ടി അല്ലാതെ ജിബിൻ ഗോപിനാഥും ഒന്നോ രണ്ട് വിനായകന് 1 കോടി രൂപ കൊടുത്താലും ബാക്കിയുള്ളവർക്കെല്ലാം ഇത്രയും ടെക്നിക്കൽ വശങ്ങൾ ഇത്ര ആയാൽ പോലും ആ സിനിമയ്ക്ക് എന്ത് ബഡ്ജറ്റ് വരും? മാക്സിമം 6 കോടിക്കുള്ളൊന്നും ഒരിക്കലും ബഡ്ജറ്റ് വരത്തില്ല. കാരണം ആർട്ടിസ്റ്റുകളിൽ അത്രയേ ഉള്ളൂ. അതിനകത്ത് 23 നായികമാരുണ്ടെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ വന്നു പോകുന്ന നായികമാരാണ്. പക്ഷെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ ട്രെൻഡിങ്ങിലാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആണ്. വെറും 6 കോടിയൊക്കെ മുടക്കി നാളത്തെ കൂടി ഏകദേശം ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി വേൾഡ് വൈഡ് GCC ഉൾപ്പെടെ വേൾഡ് വൈഡ് 75 കോടി രൂപയാണ് ഈ ചിത്രം നേടുന്നത്. ഇതൊരു നിസ്സാര വിജയമല്ല. കാരണം അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമ, ഗംഭീര സിനിമ, അതായത് മാസ് മസാലകളൊന്നും ഇല്ലാതെ തന്നെ ഇത്രയും ഒരു കളക്ഷൻ നേടുക എന്ന് പറയുന്നത് ഒരു 750 കോടി നേടുന്നതിന് തുല്യമാണ്. ഇത് മലയാളത്തിലെ പല നടന്മാരും കണ്ടുപിടിക്കേണ്ടത്. അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളതിനാണ്. എല്ലാവരും കഴിവുള്ളവരാണ്. അന്നേരം മാസ് മസാല മാത്രമല്ല, ഇവിടെ എല്ലാം പോകും എന്നുള്ളതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയം.